إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون بسم الله الرحمن الرحيم يا بني إنها إن تك مثقال حبة من خردل فتكن في صخرة أو في السماوات أو في الأرض يأت بها الله إن الله لطيف خبير. ബഹുമാന്യരായ സത്യവിശ്വാസികളെ വിശ്വാസികളെ, അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് അവൻ്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും എല്ലാ സന്ദർഭത്തിലും പാലിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് ഏവരെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. ഇന്ന് മാർച്ച് 29-ാം തീയതിയാണ്. നമ്മുടെ കേരളത്തിൽ എല്ലാ പൊതുവിദ്യാലയങ്ങളിലെയും അവസാനത്തെ പ്രവൃത്തി ദിവസമാണ് ഇന്ന്. ഇന്നത്തോടുകൂടി 2 മാസത്തേക്ക് നമ്മുടെ വിദ്യാലയങ്ങൾ അടക്കുകയാണ്. പലതും കഴിഞ്ഞ ദിവസങ്ങളിൽ അടച്ചു കഴിഞ്ഞു. ഈ സന്ദർഭത്തിൽ നമ്മുടെയൊക്കെ വീടുകളിൽ നിന്ന് ഉയർന്നു പൊങ്ങുന്ന ഒരാശങ്കയുണ്ട്. ചിലരൊക്കെ അത് പുറത്തേക്ക് പങ്കുവെക്കുകയും ചെയ്യാറുണ്ട്. ഇനി 2 മാസം ഈ കുട്ടികളെ എന്ത് ചെയ്യും, ഇവരെ എങ്ങനെ വീട്ടിൽ പൊറുപ്പിക്കും എന്ന് ചില ഉമ്മമാരൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയം കൂടിയാണ് ഇപ്പോഴുള്ളത്. യഥാർത്ഥത്തിൽ ആ ചോദ്യം ചില ആളുകൾ വളരെ ആത്മാർത്ഥമായിട്ട് തന്നെയാണ് ചോദിക്കുന്നത്. 2 മാസം കുട്ടികളെ സഹിക്കുക എന്നുള്ളത് ഒരു വലിയ പ്രയാസമായിട്ട് ചില ആളുകൾ അന്വേഷിക്കാറുണ്ട്. 2 മാസത്തിന് പറ്റിയ വല്ല കോഴ്സും ഉണ്ടോ, കുട്ടികളെ കൊണ്ടേയാക്കാൻ പറ്റിയ വല്ല സ്ഥലമുണ്ടോ എന്നൊക്കെ അന്വേഷിക്കുന്നവരടക്കമുണ്ട്. അത് നമ്മുടെ കുട്ടികൾ ഒരു 2 മാസം നമുക്ക് സഹിക്കാൻ കഴിയാത്തൊരു സാഹചര്യം ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ അത് വളരെ അതിൻ്റെ കാരണം നമ്മൾ വേറെ തന്നെ ഗുരുതരമായി പരിശോധിക്കേണ്ടതാണ്. നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇത് ഒരു അനുഗ്രഹമാണ് ശരിക്കും. കാരണം ഈ ഒഴിവ് സമയം എന്ന് പറയുന്നത് ഒരു അനുഗ്രഹമാണ് എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത്. നിഅമതാനി മഅദൂനും ഫീഹിമാ കസീറും മിനൻ നാസ് അസ്സഹ്ഹതു വൽ ഫറാ. 2 അനുഗ്രഹങ്ങളിൽ അധികം ആളുകളും വഞ്ചിതരാണ് എന്ന്. ഒന്ന് ആരോഗ്യമാണ്, മറ്റൊന്ന് ഒഴിവ് സമയമാണ്. അവ രണ്ടും നിഅമത്താണ്. പക്ഷെ അതിൽ മഹാഭൂരിപക്ഷം ആളുകളും ആ കാര്യത്തിൽ വഞ്ചിതരാണ്. ആ വഞ്ചനയുടെ തുടക്കമാണ് ഈ ഉമ്മമാരിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്, ഇനി എന്താ ചെയ്യുക, അപ്പം എന്താ ഈ ഒഴിവുകാലം, എന്താണ് അതിൻ്റെ നിഅമത്ത് എന്നതിനെ സംബന്ധിച്ചുള്ള ഒരു ധാരണപ്പെശക് തന്നെയാണ് ഇവിടെ ഉള്ളത്. ഒഴിവുകാലം എന്ന് പറയുന്നത് ഒരു പ്രശ്നമല്ല എന്നാണ് നാം ആദ്യം തിരിച്ചറിയേണ്ടത്. നാം ഇപ്പോൾ നേരിട്ട് കൊണ്ടിരിക്കുന്ന പല പ്രശ്നങ്ങൾക്കുമുള്ള ഒരു പരിഹാരമാണ് യഥാർത്ഥത്തിൽ ഈ ഒരു 2 മാസത്തെ ഒഴിവുകാലമെന്ന് തിരിച്ചറിയേണ്ട വിവേകമാണ് നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാകേണ്ടത്. എന്താണ് നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന പ്രശ്നം? ഇന്നത്തെ കുടുംബങ്ങൾ പ്രത്യേകിച്ച് അഭിമുഖീകരിക്കുന്ന ഒരു പ്രധാന പ്രശ്നം, നമ്മുടെ കുട്ടികൾക്ക് നമ്മളിൽ നിന്ന് കിട്ടാത്തത് എന്താണ്? ഭക്ഷണമാണോ, മരുന്നാണോ, വസ്ത്രമാണോ, വിദ്യാഭ്യാസമാണോ? അതൊക്കെ കിട്ടുന്നുണ്ട്. വളരെ നേരത്തെ മുൻകാലത്തെ അപേക്ഷിച്ച് ഏറ്റവും ക്വാളിറ്റിയോടുകൂടി നല്ല ഭക്ഷണവും വസ്ത്രവും സൗകര്യവും അത് നമ്മൾ കൊടുത്തില്ലെങ്കിലും വിദ്യാലയങ്ങളിൽ ഇന്ന് ലഭ്യമാണ്. ഭക്ഷണവും എല്ലാ സൗകര്യങ്ങളും പൊതുവിദ്യാലയങ്ങളിൽ അടക്കം ലഭ്യമാണ്. AC ക്ലാസ് റൂമുകൾ വരെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് പൊതുവിദ്യാലയങ്ങളിൽ വരെ.
അപ്പോൾ മുൻകാലത്തെ അപേക്ഷിച്ച് ഈ വിഭവങ്ങളൊക്കെ കുട്ടികൾക്കും ഒക്കെ കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ കാലം പുരോഗമിക്കും തോറും ഇന്ന് ആധുനിക കുടുംബങ്ങളിൽ കിട്ടാതെ പോകുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് മാതാപിതാക്കളുടെ സഹവാസമാണ്. മാതാപിതാക്കളും മക്കളും തമ്മിൽ ഒരുമിച്ചു ചേരുന്ന നിമിഷങ്ങൾ ഉണ്ടാകുന്നില്ല. പരസ്പരം കാര്യങ്ങൾ പങ്കുവെക്കുന്ന സമയങ്ങൾ ചുരുങ്ങിപ്പോയിക്കൊണ്ടിരിക്കുന്നു, സഹവാസം ചുരുങ്ങിക്കൊണ്ടിരിക്കുന്നു. അതാണ് നമ്മളിൽ നിന്ന് നമ്മുടെ കുട്ടികൾക്ക് ഇന്ന് ലഭ്യമാകാതെ പോകുന്നത്. എവിടെയോ കണ്ട ഒരു അനുഭവം ആരോ പകർത്തിയത് ഞാൻ കണ്ടു. വളരെ ഹൃദ്യമായി തോന്നി. ഒരു കുട്ടി തൻ്റെ സമ്പാദ്യം മുഴുവൻ ഒരു ഹുണ്ടികയിലാക്കി അത് തൻ്റെ രക്ഷിതാവിൻ്റെ മുമ്പിൽ കൊണ്ടുവന്ന് പൊട്ടിച്ച് അതിലുള്ള നാണയത്തുട്ടുകൾ പെറുക്കിയെടുത്ത് അത് എണ്ണുന്നതിനിടയിൽ അവൻ്റെ പിതാവിനോട് ചോദിക്കുന്നു, നിങ്ങൾക്ക് ഒരു ദിവസം എത്രയാണ് നിങ്ങളുടെ ശമ്പളം? നിങ്ങളുടെ കമ്പനിയിൽ നിന്ന് എത്രയാണ് ശമ്പളം കിട്ടുക? അപ്പോൾ പിതാവ് പറഞ്ഞു കൊടുത്തു, അതിനെ ഹരിച്ചാൽ ഒരു മണിക്കൂറിന് എത്രയായിരിക്കും ഉണ്ടാവുക? അപ്പോൾ ആ ഹരിച്ച് ഗുണിച്ച് ഏകദേശം ഒരു മണിക്കൂറിന് ഇത്ര രൂപയുണ്ടാവുമെന്ന് പിതാവ് പറഞ്ഞു കൊടുത്തു. അപ്പോൾ അവൻ ആ പണം ഇതിൽ നിന്ന് പെറുക്കിയെടുത്ത് കയ്യിൽ വെച്ചിട്ട് അവൻ്റെ രക്ഷിതാവിനോട് പറയണം, എന്നാൽ ഇതാ ആ പണം ഞാൻ തരാം, ആ ഒരു മണിക്കൂർ എനിക്ക് തരൂ, എൻ്റെ കൂടെ നിങ്ങൾ ചെലവഴിക്കൂ. കണ്ണ് നിറഞ്ഞു പോകുന്ന ഒരു രംഗമാണ് സഹോദരങ്ങൾ. ഒരു സത്യമല്ല ഇത്? നമ്മുടെ കുട്ടികൾ നമ്മൾ കയറി വരുന്നത് മൊബൈൽ കൊണ്ടാണ്, ഇറങ്ങിപ്പോകുന്നതും അങ്ങനെ തന്നെയാണ്. പണ്ട് ഓഫീസ് കഴിഞ്ഞാൽ ഓഫീസിലെ പ്രശ്നങ്ങൾ ഓഫീസിൽ അവസാനിച്ചിരുന്നു. ഇന്ന് ഓഫീസ് തലയിലേറ്റിക്കൊണ്ടാണ് നമ്മൾ വീട്ടിലേക്ക് വരുന്നത്. അധ്യാപകനാണെങ്കിൽ സ്കൂളിലെ പ്രശ്നങ്ങൾ സ്കൂളിൽ അവസാനിച്ചിരുന്നു, പക്ഷെ അതുമായിട്ടാണ് വീട്ടിലേക്ക് കടന്നു വരുന്നത്. ഹോസ്പിറ്റലിലെ ബുദ്ധിമുട്ടുകളുമായിട്ടാണ് ഡോക്ടർമാർ വീട്ടിലേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുന്നത്. എവിടെയും ഒരു സ്വസ്ഥതയില്ലാതെ, ആരെയും ശ്രദ്ധിക്കാനാവാതെ കുട്ടി ഒരുപാട് സമയം തൊട്ടടുത്ത് വന്ന് നമ്മൾ ഫോൺ ചെയ്യുന്നതിലേക്ക് അല്ലെങ്കിൽ മൊബൈലിലേക്ക് നോക്കി നിന്ന് അവസാനം നിരാശനായി ഇറങ്ങിപ്പോകുന്ന എത്ര കുട്ടികളുണ്ട് സഹോദരങ്ങൾ. ഇവിടെയാണ് ഈ അവധി ദിനത്തെ എങ്ങനെ നമ്മുടെ മക്കളോടൊപ്പം ചെലവഴിക്കാൻ പ്രായോഗികമായി നമുക്ക് എങ്ങനെ ചിന്തിക്കാൻ കഴിയും എന്നതിനെക്കുറിച്ച് ഇതൊരു അനുഗ്രഹമായിട്ടാണ് നമ്മൾ കാണേണ്ടത്. നമുക്ക് ഒഴിവുണ്ടാവുമ്പോൾ കുട്ടികളെ കിട്ടൂല, കുട്ടികൾക്ക് ഒഴിവുണ്ടാവുമ്പോൾ നമുക്ക് ഒഴിവുണ്ടാവില്ല. ഇതാണല്ലോ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഈ 2 മാസം കുട്ടികൾക്ക് ഒഴിവുണ്ട്. അപ്പോൾ നമ്മൾ കുറച്ച് നമ്മുടെ ജീവിതത്തിൽ ചില അഡ്ജസ്റ്റ്മെന്റുകൾ വരുത്തിയേ പറ്റൂ. കാരണം എന്താ അറിയോ, ഇത് വരുത്തിങ്ങാണ്ട് കുട്ടികളെ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ വെറും ചീത്ത പറഞ്ഞുകൊണ്ട് കുട്ടികൾ നന്നാവുന്ന ആരും വിചാരിക്കണ്ട. എന്തെങ്കിലും ഒരു അപകടക്കണിയിൽ പെടുമ്പോൾ അപ്പ വിളിച്ച് അവനെ ശാസിച്ചതുകൊണ്ട് അവളെ ശാസിച്ചതുകൊണ്ട് നമുക്ക് നേർവഴിയിലേക്ക് നടത്താൻ കഴിയുമെന്ന് ആരും വിചാരിക്കേണ്ടതില്ല. തലോടുന്ന കൈയിലൂടെ മാത്രമേ തല്ലാൻ കഴിയുകയുള്ളൂ. അതുപോലെ തന്നെ നല്ല രീതിയിൽ ബന്ധം സ്ഥാപിക്കുന്ന ഒരു രക്ഷിതാവിന് മാത്രമേ വഴക്ക് പറയാൻ അവകാശമുള്ളൂ. അതുകൊണ്ട് നല്ല രീതിയിൽ ഇടപഴകുവാനുള്ള സമയമാണ് നമുക്ക് ലഭ്യമാകാതെ പോകുന്നത് ഈ തിരക്ക് പിടിച്ച ജീവിതത്തിൽ. അതാണ് നമുക്ക് ഈ സന്ദർഭത്തിൽ ലഭ്യമാകേണ്ടത്. ഇത് നമ്മൾ ഓരോ രക്ഷിതാവും ചെയ്യാതെ വേറെ എന്ത് ചെയ്തിട്ടും കാര്യമില്ല. എന്താ സംഭവം എന്നറിയോ? വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഗുരുതരമായ വിഷയമാണിത്. ഇത് ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു അമാനത്താണ്. വല്ലദീനഹും ലിഅമാനാതിഹിം വഅഹദിഹിം റാഊൻ. നാളെ സ്വർഗ്ഗത്തിൽ പോകുന്ന ആളുകളുടെ സ്വഭാവ വിശേഷണങ്ങൾ പറയുന്നിടത്ത് 5ാമത്തെ ഗുണമായി പറഞ്ഞത് അവരെ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്തങ്ങളും കരാറുകളും അമാനത്തുകളും പൂർത്തീകരിക്കുന്നവരായിരിക്കുമെന്നതാണ്. സ്വർഗ്ഗത്തിൽ പോകണമെങ്കിൽ നമ്മുടെ കീഴിലുള്ളവരെ കുറിച്ചുള്ള ഉത്തരവാദിത്തം നിർവഹിക്കുക എന്നത് അനിവാര്യമാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്. കുല്ലുക്കും റാഇൻ വകുല്ലുക്കും മസ്ഊലുൻ അൻ റഇയതിഹി. നിങ്ങളെല്ലാവരും ഭരണകർത്താക്കളാണ്, നിങ്ങളുടെ ഭരണീയരെ കുറിച്ച് ചോദ്യം ചെയ്യപ്പെടുക തന്നെ ചെയ്യും. വല്ലമീറു റാഇൻ. ഒരു ഭരണകർത്താവ്, അയാൾ ഭരണകർത്താവാണ്, റാഇയാണ്, അയാൾ അതിനെക്കുറിച്ച് ചോദ്യം ചെയ്യപ്പെടും. വറജുലു റാഇൻ അലാ അഹ്ലി ബൈതിഹി. ഒരു പുരുഷൻ അവന്റെ വീട്ടിലെ ഭരണാധികാരിയാണ്. വൽ മർഅതു റാഇയത്തുൻ അലാ ബൈതി സൗജിഹാ. അതുപോലെ തന്നെ ഒരു സ്ത്രീ അവളുടെ വീട്ടിലെ ഭരണാധികാരിയാണ്. അതുകൊണ്ട് തന്നെ വവലദിഹി ഫകുല്ലുക്കും റാഇൻ വകുല്ലുക്കും മസ്ഊലുൻ മിൻ റഇയതിഹി. നമ്മുടെ വീടിന്റെയും കുടുംബത്തിന്റെയും കുട്ടികളുടെയും ഉത്തരവാദിത്തമുള്ളവരാണ് ഓരോ രക്ഷിതാക്കളും. അതിനെക്കുറിച്ച് കൃത്യമായി നാളെ പരലോകത്ത് ചോദിക്കുന്നതാണ്. അപ്പോൾ കുട്ടികളെ കാര്യം നമുക്ക് നാളെ ചോദ്യം നേരിടേണ്ടി വരുന്ന ഒരു വിഷയമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം? ഈ വിഷയത്തിൽ ഇടപെടുകയും പരിഹാരങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യാനുള്ള ഒരു നല്ല അവസരമായിട്ടാണ് യഥാർത്ഥത്തിൽ ഈ ഒരു വെക്കേഷൻ കാലഘട്ടത്തെ
നമ്മൾ കാണേണ്ടത് എന്നതാണ്. സമ്പാദിക്കുന്നതിനിടയിൽ ഒരിക്കലും മക്കളെ നമ്മൾ മറന്നു പോകരുത് സുഹൃത്തുക്കളെ. നമ്മൾ എന്തിനാണ് സമ്പാദിക്കുന്നത്? നമ്മുടെ മക്കൾക്ക് വേണ്ടിയാണ്, കുടുംബത്തിന് വേണ്ടിയാണ്. പക്ഷെ നല്ല സൗകര്യമുള്ള വീട്, ഇന്ന് നമ്മൾ കാണുന്ന ഒരു പ്രതിഭാസം എന്താണെന്ന് ചോദിച്ചാൽ, ഏറ്റവും സൗകര്യമുള്ള വീട്, ഏറ്റവും പണം ചെലവഴിച്ച വീട്, ഏറ്റവും മനോഹരമായ വീടാണ് ഏറ്റവും കുറച്ച് ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നത് എന്നാണ്. ഒരു വേള സെക്യൂരിറ്റികളാണ് പലപ്പോഴും അതിൽ കടന്നുറങ്ങിക്കൊണ്ടിരിക്കുന്നത്. അതുണ്ടാക്കിയ കുടുംബത്തിനും ആളുകൾക്കും അതിൽ അന്തി ഉറങ്ങുവാൻ ഒരു സാഹചര്യമില്ലാത്ത ഒരു തിരക്കിലേക്കാണ് പലപ്പോഴും പോയിക്കൊണ്ടിരിക്കുന്നത്. ആളുകൾക്ക് കാണാനാണോ വീട്? തൻ്റെ കുടുംബത്തെയും കുട്ടികളെയും കൂട്ടി അതിനുള്ളിലൊന്ന് കഴിഞ്ഞുകൂടാൻ നമുക്ക് സമയം നമ്മൾ അനുവദിക്കേണ്ടേ സുഹൃത്തുക്കളെ? അതിനു കൂടി പറ്റിയ ഒരു സമയമായിട്ട് നമ്മളത് കാണണം. ആർക്ക് വേണ്ടിയാണ് നമ്മൾ സമ്പാദിക്കുന്നത്? ഇതൊക്കെ ഉണ്ടാക്കുന്നത് കുട്ടികൾക്കും കുടുംബത്തിനും വേണ്ടിയാണ്. അപ്പൊ അവരോടൊപ്പം ജീവിക്കുക കൂടി ചെയ്യണം. അല്ലാതെ ഒരു ഞായറാഴ്ച ഉണ്ടെങ്കിൽ അന്നുകൂടി എങ്ങനെയെങ്കിലും അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് കുറച്ച് വരുമാനം വർദ്ധിപ്പിക്കാൻ പറ്റുമെന്ന് ചിന്തിച്ചാൽ പിന്നെ എപ്പോഴാണ് നമ്മൾ ജീവിക്കുക? ഇതൊക്കെ കഴിഞ്ഞ് രണ്ടാമത്തെ ഒരു ആയുസ് നമുക്ക് കൂടെ കിട്ടാണ്ടോ? ഇല്ലല്ലോ, തീരല്ലേ. അതോട് ഷെഡ്യൂൾ കൃത്യമായിട്ട് നമ്മൾ ക്രമീകരിച്ച് കുടുംബത്തെയും മക്കളെയും നമ്മുടെ ഷെഡ്യൂളിൽ ഒരു പ്രമുഖ സ്ഥാനത്ത് നമ്മൾ കൊണ്ടുവരണം. അത് കച്ചവടക്കാരാണെങ്കിലും ഉദ്യോഗസ്ഥന്മാരാണെങ്കിലും അധ്യാപകരാണെങ്കിലും ഡോക്ടർമാരാണെങ്കിലും ഏത് മേഖലയിലുള്ളവരാണെങ്കിലും നമ്മുടെ കുട്ടികൾക്ക് കുറച്ച് സമയം നമ്മൾ ഈ 2 മാസത്തിൽ അനുവദിച്ചേ പറ്റൂ. അതാണ് ഈ 2 മാസത്തിൽ നമുക്ക് വലിയ നിയമത്ത് എന്ന് ഞാൻ പറയുന്നത്. ചില രക്ഷിതാക്കൾ കുട്ടികളോട് അടുത്ത് ഇടപഴകാത്തതിൻ്റെ ഒരു കാരണം എന്താണെന്ന് ചോദിച്ചാൽ, രക്ഷിതാക്കളും അവരുടേതായ ഒരു ലോകത്താണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ചില ആളുകൾ വഴിവിട്ട ജീവിതത്തിലൂടെയാണ് പോകുന്നത്. അപ്പോൾ കുട്ടികളും കുടുംബമൊക്കെ ആയിട്ട് നല്ലൊരു ബന്ധം ഉണ്ടായി കഴിഞ്ഞാൽ തനിക്ക് സ്വകാര്യമായിട്ട് തൻ്റെ മൊബൈൽ നോക്കാനും അതിൽ കാണുന്ന വൃത്തികേടുകൾ കാണാനും അത്തരം അനാവശ്യ കാര്യങ്ങളിലൂടെ പോകാനും കഴിയില്ല. അപ്പോൾ കുട്ടികളിൽ നിന്ന് ബോധപൂർവം അകലം പാലിക്കുന്ന രക്ഷിതാക്കളുമുണ്ട്. പാടില്ല സുഹൃത്തുക്കളെ. നേരെ തിരിച്ചുണ്ട്. കുട്ടികൾ അടുക്കുന്നില്ല രക്ഷിതാക്കളെ അടുക്കിലേക്ക്. എന്താ അടുക്കാത്തത്? ഞാൻ രക്ഷിതാവുമായി വാപ്പയുമായും ഉമ്മയുമായും അടുത്താൽ ഞാൻ ഇപ്പൊ ചെയ്യുന്ന കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റൂല. അതുകൊണ്ട് അധികം ചെറിയൊരു അകലം പാലിച്ചുകൊണ്ട് കുട്ടികൾ അടുത്തേക്ക് വരാതെ പോകുന്ന കുട്ടികളെയും ഇന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇതൊക്കെ ഓരോരുത്തരും സ്വന്തം തുരുത്തിലേക്കാണ് ഇന്ന് തള്ളി മാറ്റപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. മൊബൈൽ വന്നതോടുകൂടി, ഗെയിമുകൾ വന്നതോടുകൂടി, ഇന്റർനെറ്റ് സജീവമായതോടുകൂടി എല്ലാവരും അടുത്തിരിക്കുന്നു. പക്ഷേ ഘാതങ്ങൾ അകലെയാണ് എല്ലാവരുടെയും മനസ്സ്, എല്ലാവരുടെയും ലോകം. ഭാര്യ വേറെ ലോകത്ത്, മകൻ വേറെ ലോകത്ത്, ഉപ്പ വേറെ ലോകത്ത്, എല്ലാവരും വ്യത്യസ്ത ലോകത്തിലാണ്. പക്ഷെ ഇരിക്കുന്നത് ഒരേ റൂമിലും ഒരേ വീട്ടിലും തന്നെയാണ്. പണ്ടങ്ങനെയല്ല. വീട്ടിലേക്ക് എത്തിയാൽ എല്ലാവരും ഒരുമിച്ചായിരുന്നു. എന്തിനേറെ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് പോലും ഓരോരുത്തരും ഓരോ ലോകത്താണ്. ഈ 2 മാസത്തിൽ ഞാൻ പറയുന്നത്, ഓരോരുത്തരെയും അവരവരുടെ ലോകത്ത് നിന്ന് മാറ്റി നമ്മുടെ ഒരു കുടുംബത്തിന്റെ ലോകത്തിലേക്ക് കൊണ്ടുവരാൻ ബോധപൂർവം നമ്മൾ ഇടപെടുകയും കുട്ടികളെ അതിന് പരിശീലിപ്പിക്കുകയും ചെയ്യേണ്ടുന്ന ഒരു സമയത്തിലൂടെയാണ് നമ്മളിപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. മറ്റു ചിലർക്ക് കുട്ടികളുമായി ഇടപഴകുന്നതിനുള്ളൊരു തടസ്സം എന്താണെന്ന് ചോദിച്ചാൽ, കുട്ടികളൊക്കെ കുറച്ച് ഫ്രീ ആയിട്ട് ഇടപഴകി അവർ തലയിൽ കയറുന്നു. അവർ പറഞ്ഞാൽ കേൾക്കില്ല, ഗൗരവത്തിൽ നിന്നാലേ കാര്യം നടക്കുള്ളൂ. അതൊന്നും ശരിയായ സമീപനമല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ രീതി എന്തായിരുന്നു അറിയോ? നോക്കി, നിങ്ങൾ ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹസൻ ഇബ്നു അലി റളിയല്ലാഹു അൻഹുവിനെ ചുമലിലേറ്റി പോവുകയാണ് ചെറിയ കുട്ടിയാകുന്ന സമയത്ത്. അതായത് ആന കളിക്കുക, മുട്ട് കുത്തിയിട്ട് പുറത്ത് ഈ കുട്ടികൾ കയറി ഇരിക്കുകയാണ്. അപ്പൊ അത് കണ്ടു നിന്ന് ഒരാൾ പറഞ്ഞു, നിഅമൽ മർകബു റകിബ്ത യാ ഉലാം, മോനെ നിനക്ക് നല്ല വാഹനാണല്ലോ കിട്ടിയിട്ടുള്ളത്. റസൂലുള്ളാഹിന്റെ പുറത്താണ് ഈ പോണത്. നിനക്ക് നല്ലൊരു വാഹനാണല്ലോ കിട്ടിയിട്ടുള്ളത്. അപ്പൊ ഫഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, എത്ര സരസമായിട്ടാണ് മറുപടി പറഞ്ഞത്. റസൂലുള്ളാഹി പറഞ്ഞു, വനിഅമർ റാകിബു, യാത്രാ വാഹനം മാത്രമല്ല നല്ലത്, യാത്രക്കാരും നല്ലവരാണ്. നോക്കൂ, നിങ്ങൾ കുട്ടികളെയും പുകഴ്ത്താനാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ ശ്രദ്ധിച്ചത്. മാത്രവുമല്ല, എത്ര റസൂലുള്ളാഹിന്റെ അത്ര തിരക്കായിരിക്കും ഉണ്ടാകുക അല്ലേ? ഭാര്യമാരോ, ഒന്നിലധികം ഭാര്യമാർ, കുടുംബം, അതുപോലെ തന്നെ രാജ്യത്തിന്റെ അധികാരം, ഒരുപാട് സന്ധി സംഭാഷണങ്ങൾ, 72ലധികം യുദ്ധങ്ങൾ തരണം ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ ഒരു മനുഷ്യന്റെ തിരക്കുകളൊന്ന് ആലോചിച്ച് നോക്കും. ആ തിരക്കിനിടയിലാണ് ഒരു സഹാബിന്റെ വീട്ടിലേക്ക് റസൂലുള്ളാഹി ചെല്ലുന്ന സമയത്ത് നോക്കൂ നിങ്ങൾ, അനസ് റളിയല്ലാഹു പറയാ, കാന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ല യുഖാലിതുനാ ഹത്താ യഖൂല ലി അഖിൻ ലി സഗീരിൻ, എൻ്റെ അനുജനോട്, എൻ്റെ വീട്ടിൽ വന്നപ്പോൾ എൻ്റെ അനുജനോട് റസൂലുള്ളാഹി ഇപ്രകാരം ചോദിച്ചു, യാ അബാ ഉമൈർ മാ ഫഅലൻ നുഐർ, അല്ല നിന്റെ അടുക്കല് കുട്ടിനെ നോക്കിയിട്ടേ, അവിടെ അത് സഹാബിന്റെ വീട്ടിൽ ചെന്നപ്പോ അവരെ കുട്ടിനെ നോക്കി റസൂലുള്ളാഹി പറയാണ്, നിന്റെ അടുക്കൽ ഒരു തത്തക്കുഞ്ഞുണ്ടായിരുന്നല്ലോ, ഒരു പക്ഷിക്കുഞ്ഞുണ്ടായിരുന്നല്ലോ, എന്ത് ചെയ്തു? കാന ലഹു നുഐറുൻ യൽഅബു ബിഹി ഫമാത. ശരിയാണ്, ആ കുട്ടിന്റെ കൂടെ ഒരു കളിത്താത്ത ഉണ്ടായിരുന്നു, പക്ഷെ അത് ചത്തുപോയിട്ടുണ്ട്. ആ ഒരു ഓർമ്മ റസൂലുള്ളാഹിക്ക് ഉണ്ട്. നമുക്ക് നമ്മളെ കുട്ടിന്റെ കയ്യിലുള്ള കളിപ്പാട്ട് ഏതൊക്കെയാണെന്ന് മനസ്സിലാവും.
വേറെ തൻ്റെ സഹോദരൻ്റെ സുഹൃത്തിൻ്റെ വീട്ടിലൊരു കുട്ടിൻ്റെ കയ്യിൽ ഒരു തത്തക്കുട്ടി ഉണ്ടായിരുന്നു എന്ന് എന്ത് റസൂലുള്ളാഹിക്ക് ഓർമ്മയുണ്ട്. എത്ര കുട്ടികൾ അറ്റൻഷൻ കൊടുത്തിരുന്നു റസൂലുള്ളാഹി, നിങ്ങൾ ആലോചിച്ച് നോക്കി. മാത്രവുമല്ല, പ്രവാചകൻ ചുംബിച്ചിരുന്നു മക്കളെ. ഒരു സഹാബി അറാബി വന്നിട്ട് പറഞ്ഞു, ഞാൻ എൻ്റെ കുട്ടികളെ ചുംബിക്കാറില്ല എന്ന് പറഞ്ഞു. റസൂലുള്ളാഹി പറഞ്ഞു, എൻ്റെ മനസ്സിൽ കാരുണ്യമില്ലാത്തതിന് ഞാൻ എന്ത് ചെയ്യാനാ? ചോദിക്കണ ചോദ്യം നോക്കി നിങ്ങൾ. അപ്പൊ അങ്ങനെയുള്ളൊരു മാനസികാവസ്ഥ. നിസ്കരിക്കുമ്പോൾ പോലും റസൂലുള്ളാഹിന്റെ തലന്റെ മുകളിൽ കൂടി ചെറിയ കുട്ടികൾ കയറി മറിയും. നമസ്കാരമാണല്ലോ ഏറ്റവും ഏകാഗ്രതയോടുകൂടി നിർവഹിക്കേണ്ടത്. എന്നാ റസൂലുള്ളാഹി പറഞ്ഞു, ഇനി പള്ളിക്ക് കുട്ടികളെ കൊണ്ടുവരാൻ പാടില്ല. കുട്ടികള് സ്ത്രീകളെ ഭാഗത്ത് നിന്ന് കരച്ചിൽ കേട്ട റസൂലുള്ളാഹി നിസ്കാരം ചുരുക്കും. ആലോചിച്ച് നോക്കി നിങ്ങൾ. അപ്പൊ കുട്ടികളുമായി ഇടപഴകിക്കൊണ്ടായിരുന്നു റസൂലുള്ളാഹി ജീവിച്ചിരുന്നത് എന്ന് ഇതിൽ നിന്ന് കൃത്യമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യമാണ്. അപ്പോ കുട്ടികളുമായി ബന്ധം വേണം. പിന്നെ മാത്രവുമല്ല, കുട്ടികളോട് എനിക്ക് പറയാനുള്ളത്, രക്ഷിതാക്കളുമായൊക്കെ ബന്ധപ്പെട്ടാൽ എൻ്റെ സ്വകാര്യതയെ ബാധിക്കുമോ എന്നാണ് ചില കുട്ടികൾക്കുള്ള ഒരു പ്രശ്നം. അത് പച്ചക്ക് പറഞ്ഞാൽ ഗെയിം തന്നെ. കുട്ടികൾ ഗെയിം കളിക്കണം, മണിക്കൂറുകളാണ് അതിന് സമയം ചെലവഴിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതൊരു തെറ്റാണ് എന്ന് തോന്നുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ അപകടം. കാരണം പള്ളിയിൽ 2-3 ആൾ ഇരുന്ന് കണ്ട് സീട്ട് കളിക്കുകയാണെങ്കിൽ നമ്മൾ എന്ത് പറയാം? എത്ര ഗൗരവത്തോടു കൂടിയാ പറയാം, ഇവിടെ ഇരുന്ന് സീട്ട് കളിക്കാൻ പാടുണ്ടോ ചോദിക്കും. എന്നാൽ 4 കുട്ടികൾ ഒരേ നിസ്കാരം കഴിഞ്ഞ് സുന്നത്ത് നിസ്കാരം കഴിഞ്ഞിട്ട് അവിടെ ഇരുന്ന് ഗെയിം കളിക്കുകയാണെങ്കിലോ ഒരു പ്രശ്നമല്ല. ഒരു പ്രശ്നം തെറ്റായിട്ട് കാണണമെന്ന് തോന്നുന്നില്ല, അത് കളിക്കണമെന്ന് തോന്നുന്നില്ല. എത്ര സമയം ചെലവഴിക്കണത് ഇതിന് മറുപടി പറയേണ്ടത്. ഈ സമയത്തിന് നാളെ പരലോകത്ത് എന്താ മറുപടി പറയാം? ഇത് 1/2 മിനിറ്റ് 1 മിനിറ്റും അല്ല, മണിക്കൂറുകളാണ് ഇതിന് ചെലവഴിച്ചുകൊണ്ടിരിക്കുന്നത്. ഉത്തരവാദിത്വം പഠിക്കേണ്ട പാഠഭാഗം അവിടെ ഇട്ടിട്ട് വാപ്പ ഏൽപ്പിച്ച ഉത്തരവാദിത്വത്തേക്ക് ശ്രദ്ധിക്കാതെ അടിമയായിക്കൊണ്ടിരിക്കുകയാണ്. എത്ര പണമാണ് ആ സമയത്ത് ഉപയോഗിക്കണം? നെറ്റിന് എത്ര പൈസ കൊടുക്കണം? അത് റീചാർജ് ചെയ്യാൻ എത്രയും കാശ് കൊടുക്കണം? ഈ കാശിന്റെ മറുപടി നമ്മൾ എവിടെയാണ് പറയാം? ഇതിന്റെ ഒക്കെ അപ്പുറമാണ് ബന്ധങ്ങൾ മുഴുവനും മുറിഞ്ഞു പോകുന്നു. ഒരതിഥി വീട്ടിലേക്ക് കയറി വന്നാൽ കുട്ടികൾ മുഖത്ത് നോക്കുന്നില്ല, അവർ മൊബൈലിലാണ്. അത് എളാപ്പയാണ് മൂത്താപ്പയാണ് അല്ലെങ്കിൽ വല്യമ്മയാണ് വന്നിരിക്കുന്നത് ആന്ന് പറയുന്നല്ലാതെ, അല്ലെങ്കിൽ റൂമിൽ നിന്ന് പുറത്തു വന്ന് അവരുടെ മുഖത്തു നോക്കി അവരൊന്ന് പരിചയപ്പെടാൻ പോലും ഇപ്പോഴത്തെ തലമുറ തയ്യാറാകുന്നില്ല. മുഴുവൻ മനുഷ്യ ബന്ധങ്ങളെയും അറുത്തുമാറ്റി ഈ മൊബൈലിലേക്ക് മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് വളർന്നു വരുന്ന ഒരു തലമുറ എന്താകും ഭാവി എന്ന് നമ്മൾ ആലോചിക്കണം. വെടിവെക്കണം. ഗെയിം പറഞ്ഞാൽ അതാണല്ലോ, ആളുകളെ വെടിവെച്ച് വീഴ്ത്തുക, എന്നിട്ട് സ്കോർ ഇങ്ങനെ വാങ്ങുക. അതുകൊണ്ടാണ് ന്യൂസിലാൻഡിൽ 10-40 ചില്ലാനം ആളുകളെ വെടിവെച്ചു കൊന്നു എന്ന് പറയുമ്പോൾ ഒരു തെരിപ്പും അനുഭവപ്പെടാത്ത യുവജനങ്ങൾ ലോകത്തുണ്ടായിക്കൊണ്ടിരിക്കുന്നത്. കാരണം ദിവസം ചെയ്യണ പണിയാണിത്. അത് മൊബൈലിൽ ചെയ്യുമ്പോൾ അതൊക്കെ രക്തത്തിൽ അലിഞ്ഞു പോവുകയാണ്, അതൊക്കെ നിസ്സാരമായി മാറുകയാണ്. മനുഷ്യന്മാര് വെടികൊണ്ട് വീഴുന്നതൊന്നും ഒരു വിഷയമല്ലാത്ത ഒരു തറഞ്ഞു പോയ മരവിച്ചു പോയ മനസ്സിന്റെ ഉടമകളായി നമ്മുടെ മക്കൾ മാറുമ്പോ നാളെ നമ്മള് ഒരു അവസ്ഥയിൽ വല്ലാത്ത അവസ്ഥയിൽ കിടക്കുമ്പോൾ നമ്മളടുത്ത് ഇരിക്കാൻ പോലും ഈ മക്കളെ കിട്ടുമല്ലോ. ഒരു മൊബൈലിലേക്ക് നോക്കുള്ളൂ സുഹൃത്തുക്കളെ. കുറച്ച് തിരിച്ചു പിടിച്ചേ പറ്റൂ. നമ്മൾ വലിയ വില അല്ലെങ്കിൽ നമ്മൾ കൊടുക്കേണ്ടി വരും. ഞാൻ പറയുന്നു, അതിനൊക്കെ പറ്റുന്ന ഒരു സമയമാണ് ഈ 2 മാസം. നമ്മൾ കൃത്യമായി നമ്മളെ ഷെഡ്യൂൾ തിരുത്തി കുട്ടികളെ ചേർത്ത് പിടിച്ച് അവരുമായി നമ്മൾ പള്ളിയിലേക്ക് നിസ്കരിക്കാൻ പോകണം. അവരോടൊപ്പം നമ്മൾ ഭക്ഷണം കഴിക്കണം, ഒന്നിച്ച് അവരെ കൂടി യാത്ര ചെയ്യണം. എല്ലാ കുടുംബത്തിലും നമ്മൾ അവരെ കൊണ്ടുപോകണം, എല്ലാവരെയും പരിചയപ്പെടുത്തണം. കുടുംബങ്ങൾ വാട്സപ്പ് ഗ്രൂപ്പുകളിൽ മാത്രം പരിചയപ്പെട്ടാൽ പോരാ. രോഗത്തിൽ കിടക്കുന്ന അമ്മായിയെ കാണിച്ചു കൊടുക്കണം, മൂക്കിൽ ട്യൂബിട്ട് കിടക്കുന്ന മൂത്താപ്പയെ കാണിച്ചു കൊടുക്കണം. അപ്പോഴേ എന്ത് ചെയ്യുള്ളൂ, നമ്മളും അങ്ങനത്തെ ഒരു അവസ്ഥ വരുമ്പോൾ മക്കൾ നമ്മളിലേക്ക് തിരിഞ്ഞു നോക്കുള്ളൂ സുഹൃത്തുക്കളെ. അതിന് പറ്റിയൊരു സമയമാണ് ഇപ്പോൾ ഈ സമയമാണ്. അതിന് ഈ ഒരു വെക്കേഷൻ സമയം നമ്മൾ നന്നായിട്ട് ഉപയോഗപ്പെടുത്തണം. ഇതിനിടയിൽ കുട്ടികളെ നിങ്ങൾ നമ്മുടെ കുട്ടികളാണെങ്കിൽ ലുക്മാൻ അലൈഹിസ്സലാത്തു വസ്സലാം കുട്ടിക്ക് കൊടുത്തൊരു ഉപദേശമുണ്ട്. ഇത് നമ്മളെ കുട്ടിക്ക് നമുക്ക് ഈ തിരക്കിനിടയിൽ കൊടുക്കാൻ പറ്റണം. എന്നാൽ നിങ്ങൾക്ക് ഒരു പ്രശ്നമല്ല, ഏത് ഹോസ്റ്റലിലോ കുട്ടിയെ കൊണ്ടുപോയി ആക്കാം, ഒരു വിഷമമല്ല. എന്താണ് ആ ഉപദേശം? യാ ബുനയ്യ, പൊന്നുമോനെ, ഇന്നഹാ ഇൻ തകും മിസ്ഖാല ഹബ്ബത്തിൻ മിൻ ഖർദലിൻ ഫതകും ഫീ സുഖറത്തിൻ ഔ ഫിസ് സമാവാതി ഔ ഫിൽ അർളി യഅതി ബിഹല്ലാഹ്. മോനെ, ഒരു ധാന്യത്തിന്റെ ഒരു ചെറിയ നേരിയ കഷ്ണം അത് ഏതെങ്കിലും പാറക്കെട്ടിനുള്ളിലോ ആകാശത്തിലോ ഭൂമിയിൽ എവിടെയെങ്കിലും നീ കൊണ്ടുപോയി വെച്ചാലും അല്ലാഹു അത് കൊണ്ടുവരിക തന്നെ ചെയ്യും മോനെ. ഇന്നല്ലാഹ ലതീഫുൻ ഖബീർ, എല്ലാ കാര്യങ്ങളെയും സൂക്ഷ്മമായി അറിയുന്നവനാകുന്നു.
പടച്ച തമ്പുരാൻ എന്ന പാഠം പഠിപ്പിച്ചു കൊടുത്താൽ നമ്മളില്ല എങ്കിലും അവൻ മര്യാദയ്ക്ക് ജീവിക്കുകയുള്ളൂ. വാർഡൻ ശ്രദ്ധിക്കുന്നില്ലെങ്കിലും, അധ്യാപകർ ശ്രദ്ധിക്കുന്നില്ലെങ്കിലും, വാപ്പയറിയുന്നില്ലെങ്കിലും ഞാൻ തെറ്റ് ചെയ്യാൻ പാടില്ല, ഞാൻ അനാവശ്യം കാണാൻ പാടില്ല, ഞാൻ വൃത്തികെട്ട സൈറ്റുകളിലേക്ക് ഓപ്പൺ ചെയ്ത് പോകാൻ പാടില്ല എന്ന ഒരു ബോധം ഈ കുട്ടിക്കുണ്ടാകുന്നത് അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മ അവനിൽ ഉണ്ടാക്കുന്നതിലൂടെ മാത്രമാണ്. ഇല്ലെങ്കിൽ നമ്മളെ വഞ്ചിക്കും സുഹൃത്തുക്കളെ മക്കൾ. അപ്പൊ കുട്ടികൾ നമ്മുടെ മക്കളാകണമെങ്കിൽ ഈ ഒരു മതബോധം നമ്മൾ ഈ ഒരു സഹവാസത്തിലൂടെ കൊടുക്കാൻ, ഈ തിരക്ക് പിടിച്ച ജീവിതത്തിനിടയിൽ ഈ 2 മാസം കുട്ടികൾ ഒഴിഞ്ഞു കിട്ടുമ്പോൾ ഇതൊരു ശാപമായിട്ടല്ല കാണേണ്ടത്. എൻ്റെ മകളെ ചേർത്ത് പിടിക്കാൻ, എൻ്റെ മകനെ കൂട്ടിപ്പിടിക്കാൻ എനിക്ക് 2 മാസം കിട്ടുന്നു, അതുകൊണ്ട് ഞാൻ എൻ്റെ ഷെഡ്യൂളിൽ മാറ്റം വരുത്തി കുട്ടികളോടൊപ്പം കുറച്ച് സമയം ചെലവഴിക്കാൻ തീരുമാനിക്കുന്നു എന്ന ഒരു തീരുമാനത്തിലേക്ക് നമ്മുടെ മനസ്സ് വരാൻ അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഏറ്റവും ഹൈറായ രീതിയിൽ മക്കളോടൊപ്പം സ്വാലിഹായി ജീവിച്ച് നാളെ സ്വർഗ്ഗ പൂങ്കാവനത്തിൽ ഒരുമിച്ച് കൂടുന്ന നല്ലൊരു കുടുംബമായി അള്ളാഹു നമ്മുടെ കുടുംബത്തെ പരിവർത്തിപ്പിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ബഹുമാന്യരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. നായക്ക് വെള്ളം കൊടുത്ത മനുഷ്യൻ സ്വർഗാവകാശിയായി എന്നത് എല്ലാവർക്കും അറിയാവുന്ന ഒരു സംഭവമാണ്. ഒരു നായക്ക് വെള്ളം കൊടുത്തത് കൊണ്ട് എങ്ങനെ സ്വർഗം കിട്ടി? അത്ഭുതമാണത്. എന്താ അതിൻ്റെ പിന്നിലുള്ള തത്വം എന്നറിയാം? കൊടും വേനലിൽ, കൊടും ചൂടിൽ, മരുഭൂമിയിൽ മരണത്തോട് മുഖാമുഖം കണ്ടുകൊണ്ട് നടക്കുന്ന ഒരു മനുഷ്യൻ, ദാഹമെന്ന് പറയുന്നത് അത്രയും ഗുരുതരമായ വിഷയമാണ്. അപ്പോഴാണ് അല്പം ജലാശയം കാണുന്നത്. അതിലിറങ്ങി താൻ വെള്ളം കുടിച്ചപ്പോൾ അദ്ദേഹത്തിന് കിട്ടിയ ഒരു ആശ്വാസം, അദ്ദേഹത്തിന്റെ നിർവൃതി അദ്ദേഹത്തിന് അനുഭവിച്ചറിഞ്ഞു. അപ്പോഴാണ് ഒരു നായ എന്ത് ചെയ്യുന്നത്? മുകളിൽ നാവും തൂക്കിയിട്ട് ഇദ്ദേഹത്തെ നോക്കുന്നത്. അപ്പൊ അദ്ദേഹം ചിന്തിക്കണത്, ഞാൻ ഇപ്പോൾ ഒരു 10 മിനിറ്റ് മുമ്പ് അനുഭവിച്ച പ്രശ്നം ഈ നായയും അനുഭവിക്കുന്നുണ്ടല്ലോ എന്ന് മനസ്സിലാക്കി തൻ്റെ ഷൂ ഊരി അതിൽ വെള്ളം നിറച്ച് ഈ നായക്ക് കൊണ്ടുവന്നു കൊടുത്തു. ആ മനുഷ്യൻ അതിൽ കാണുന്ന ഒരു പച്ച കരളുള്ള ഒരു ജീവി, ആ ജീവി അനുഭവിക്കുന്ന ഒരു പ്രശ്നത്തിനോടുള്ള ആ കാരുണ്യത്തിന്റെ മനസ്സുണ്ട്. അതിനാണ് സ്വർഗം. മനസ്സിലായോ? അതാണ് സ്വർഗം. സഹോദരങ്ങളെ, നമുക്കറിയാം ഇന്ന് ചുട്ടുപൊള്ളാണ് നമ്മുടെ നാട്. ഒരു പ്രളയം കൊണ്ട് നമ്മൾ പരീക്ഷിക്കപ്പെട്ടു, ഒരു വേനൽ കൊണ്ട് പരീക്ഷിക്കപ്പെടുന്ന ഒരു സാഹചര്യമുണ്ട്. അള്ളാഹു നമ്മളെ കാത്ത് രക്ഷിക്കുമാറാകട്ടെ. സഹോദരങ്ങൾ, ഈ സമയത്ത് നമുക്ക് കുറച്ച് ഉത്തരവാദിത്തങ്ങളുണ്ട്. ഒന്ന്, ഉള്ള വെള്ളം നമ്മൾ എന്ത് ചെയ്യണം? സ്വന്തം ഉപയോഗിക്കുക എന്നുള്ളത്, അല്ലാതെ പങ്കുവെക്കാൻ കൂടി നമ്മൾ തയ്യാറാകണം. വേറുള്ളവർക്ക് കൊടുക്കണം, ഇല്ലാത്ത ആളുകൾക്ക് കൊടുക്കാൻ തയ്യാറാകണം. ഒരു പ്രയാസപ്പെട്ടല്ല കൊടുക്കേണ്ടത്, ഇതിൻ്റെ ഒരു കടമയാണ്, ഉത്തരവാദിത്തമാണ്. നമ്മുടെ കിണറ്റിൽ ഇന്നുണ്ട്, നാളെ ഉണ്ടാവും നമുക്ക് പറയാൻ കഴിയില്ല. അതുള്ള വെള്ളം എന്ത് ചെയ്യണം? വേറുള്ളവർക്ക് കൂടി നല്ല മനസ്സോടുകൂടി കൊടുക്കാൻ നമ്മൾ തയ്യാറാകണം. ആ വെള്ളം ഉപയോഗിക്കുന്ന ആൾക്കാർ, വേറൊരാളെ കിണറ്റിൽ പോയി വെള്ളം ഉപയോഗിക്കുന്ന ആൾക്കാരും ശ്രദ്ധിക്കേണ്ടത് ഇത് ദുരുപയോഗം ചെയ്യരുത്. എന്തായാലും അവൻ്റെ കിണറ്റിൽ വെള്ളം ഉണ്ടല്ലോ, ഇഷ്ടം പോലെ തരാൻ. പിന്നെ ചില ആൾക്കാർ അവകാശബോധമാണ്. എന്താ വെള്ളം മൂടി വെക്കാൻ പാടില്ല, അത് പൊതുസ്വത്തെന്നല്ലേ, പിന്നെ എന്താ അങ്ങനെ അവനിങ്ങനെ മൂടി വെക്കണത്? അത് ശരിയല്ല, അത് എനിക്കൂടി അവകാശപ്പെട്ടതെന്നുള്ളൊരു അവകാശബോധത്തിൽ വന്ന് വാങ്ങേണ്ട കാര്യമൊന്നുമില്ല. അത് നമ്മൾ ഉപയോഗിക്കുമ്പോൾ പരമാവധി എന്ത് ചെയ്യുക? മോട്ടർ അടിക്കാൻ അനുവാദം കൊടുക്കാതെ. എല്ലാ അയൽവാസികളും ഒരു ഒറ്റ കിണറിൽ വന്ന് മോട്ടർ അടിക്കാൻ നിന്ന് ആർക്കും ഉണ്ടാവില്ല. മുക്കിക്കൊണ്ടോട്ടെ. എല്ലാവർക്കും എന്ത് ചെയ്യും? എത്ര വെള്ളം വേണമെങ്കിലും ആവശ്യത്തിന് ബക്കറ്റും കയറും ഇട്ടിട്ട് അത് മുക്കി കൊടുക്കാം. കൊണ്ടുപോയി ഉപയോഗിക്കട്ടെ. അപ്പോൾ ആവശ്യത്തിന് ആൾക്കാർ ഉപയോഗിക്കുള്ളൂ. ആർക്കും അമിതമായ ഉപയോഗത്തിൻ്റെ ഒരു പ്രശ്നം അവിടെ വരില്ല. അത് നമ്മൾ ശ്രദ്ധിക്കണം. അതോടൊപ്പം തന്നെ കുടിവെള്ള കോർണറുകൾ സ്ഥാപിക്കാൻ നമ്മൾ പ്രത്യേകം മുൻകൈ എടുക്കണം. ഈ ബസ് സ്റ്റോപ്പുകൾ, ആളുകൾ കൂടി നിൽക്കുന്ന സ്ഥലങ്ങൾ, സ്ഥാപനങ്ങൾ, ഹോസ്പിറ്റലിൻ്റെ പരിസരം, അതുപോലെ തന്നെ ഗവൺമെൻറ് ഓഫീസ്, ആൾക്കാർ കൂടി നിൽക്കുന്ന കുറേ സ്ഥലങ്ങളുണ്ട്. അവിടെ ഒരു കുടിവെള്ളത്തിനുള്ള ഒരു കോർണറുകൾ നമ്മളായിട്ട് എന്ത് ചെയ്യാം? മുൻകൈ എടുത്ത് സ്ഥാപിച്ച് ഇന്ന് വെള്ളം കുടിക്കുന്ന ആളുകളുടെയൊക്കെ ഒരു പുണ്യം എന്ത് ചെയ്യും? നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കും. ഇനി അത് ചെയ്യാൻ കഴിയില്ലെങ്കിൽ അതിനുള്ള കാശ് നമ്മൾ കൊടുത്താലും മതി, വേറെ ആൾക്കാരെന്ത് ചെയ്യും? എല്ലാ സംവിധാനങ്ങൾ ഉണ്ടാക്കിക്കൊള്ളും. അതുപോലെ തന്നെ വഴിയോരങ്ങളിൽ ബൈക്കിലൊക്കെ യാത്ര ചെയ്യും, ഉച്ചക്ക് ബൈക്ക് യാത്ര ചെയ്യുന്ന ആളുകൾ വലിയ പ്രയാസം അനുഭവിച്ചിരുന്നു. വഴിയോരങ്ങളിൽ നമുക്ക് തണ്ണീർ പന്തലുകൾ സ്ഥാപിക്കാം. അവിടെ വെള്ളം ആളുകൾക്ക് സംഭാരവും മോരും അതുപോലെയുള്ള സംവിധാനങ്ങളും വെള്ളങ്ങളൊക്കെ കൊടുക്കുന്ന സംവിധാനങ്ങൾ നമുക്ക് ഉണ്ടാക്കാം. അത് ഫ്രീ ആയിട്ട് കൊടുക്കുക, സൗജന്യമായിട്ട് കൊടുക്കാനുള്ള സംവിധാനം ഉണ്ട്. ചില ആളുകളൊക്കെ സ്പോൺസർ ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? അത് ഉണ്ടാക്കി അവിടെ വലിയ ബോർഡ് വെച്ചാൽ മതി, ഫ്രീ ആയിട്ട് സൗജന്യമായിട്ട് കുടിവെള്ളം അവിടെ ലഭ്യമാണ് എന്ന് പറഞ്ഞാൽ ആളുകൾ നിർത്തി അത് കുടിച്ചു പോകും. അതൊക്കെ വലിയൊരു നന്മയാണ്, ഒരു പുണ്യപ്രവർത്തനമാണ്. കണ്ടില്ലേ? നായക്ക് വെള്ളം കൊടുത്തവൻ സ്വർഗത്ത് പോയി എന്ന് പറയുമ്പോൾ എത്രമാത്രം പുണ്യമുണ്ട് ഈ വിഷയത്തിൽ എന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അതുപോലെ ഗവൺമെന്റ്
ഈ സമയത്ത് കുറേ നിർദ്ദേശങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് 11 മണിയുടെയും 4 മണിയുടെയും ഇടയിൽ ഇറങ്ങരുത്, പുറത്തധികം നടക്കരുത്, സൂര്യാഘാതം ഏൽക്കുമെന്നൊക്കെ അതിൻ്റെ എണ്ണം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ നിർദ്ദേശങ്ങളൊക്കെ നമ്മൾ പാലിക്കണം. അത് പാലിച്ചുകൊണ്ട് തന്നെ നമ്മൾ മുന്നോട്ട് പോകാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ ജോലികൾ ക്രമീകരിച്ചു കൊടുക്കാൻ എല്ലാവരും ശ്രദ്ധിക്കണം. ഈ സമയത്ത് ജോലിയുടെ കാര്യങ്ങളിലൊക്കെ നട്ടുച്ച വെയിലിൽ ജോലി ചെയ്യാൻ ഒരിക്കലും തൊഴിലാളികളെ നിർബന്ധിക്കരുത്. അവരുടെ സമയവും കാര്യങ്ങളും ക്രമീകരിച്ചു കൊടുക്കുക എന്നുള്ളത് പ്രധാനമാണ്. പിന്നെ ഈ ഉച്ചക്കന്നെ ജോലി ചെയ്ത് ജീവിക്കുന്ന കൂലി വേലക്കാരുണ്ടാവും. അവർക്ക് ഈ ടൈം പോകുമ്പോൾ പിന്നെ ചെയ്യാൻ കഴിയില്ല. അപ്പോൾ അവരെ കുടുംബം ഇപ്പോൾ പ്രയാസപ്പെടുന്നുണ്ടാവും. ആ കുടുംബത്തിന് എന്ത് ചെയ്യണം? നമ്മൾ സഹായിക്കണം. ഈ സമയത്ത് അവരുടെ നിത്യവൃത്തിക്ക് ബുദ്ധിമുട്ടുന്ന ആളുകൾ, ചൂടിൻ്റെ പ്രശ്നം കൊണ്ട് ജോലിയിൽ നിന്ന് അകന്നു നിന്ന് പ്രയാസപ്പെടുന്ന ആളുകളെ നമ്മൾ കണ്ടെത്തി അവരെ പരിചരിക്കുക, സഹായിക്കുക എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അങ്ങനെ ഈ സന്ദർഭത്തിൽ ഒരു വിശ്വാസി എന്നുള്ള നിലക്ക് ഈ ഒരു കാരുണ്യ ബോധം എന്ത് ചെയ്യണം? നമ്മുടെ എല്ലാവരുടെയും മനസ്സിൽ ഉണ്ടാകണം. ഈ പതച്ച റോട്ടിലൂടെ ഉച്ചക്ക് നടക്കുമ്പോഴൊരവസ്ഥ ആലോചിച്ച് നോക്കി, ചെരിപ്പൂടില്ലെങ്കിൽ ഒരവസ്ഥ എന്തായിരിക്കും? പക്ഷെ നമുക്ക് അപ്പോൾ ഒരു ചെറിയ ആശ്വാസം ഉണ്ടെന്ത്, ലേശം നടന്ന അപ്പുറത്തൊരു തണലുണ്ട് അല്ലേ, കുറച്ചെത്തിയാൽ അപ്പുറത്തെ തണലിലേക്ക് മാറി നിൽക്കാമെന്ന ഒരു ആശ്വാസം നമുക്കുണ്ട്. ഒരു വിങ്ങുന്ന റൂമിലേക്ക് നമ്മൾ കയറിയാൽ, ഒരു ടെറസിലുള്ള വിങ്ങിൻ്റെ റൂമിലേക്ക് കയറിയാൽ എന്താണ് അവസ്ഥ? പക്ഷെ ചെറിയൊരു ആശ്വാസം നമുക്കുള്ള എന്താ, ജനലൊക്കെ ഒന്ന് തുറന്നിട്ട് ഫാനൊക്കെ ഒന്നിട്ട് കുറച്ച് സമയം കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഒരു ആശ്വാസം കിട്ടും. ഇനി ആശ്വാസം കിട്ടണില്ലെങ്കിൽ പുറത്തേക്ക് ഇറങ്ങിയാലും വേണ്ടില്ല എന്ന ഒരു സമാധാനം നമുക്കുണ്ടാവും അല്ലേ? എന്നാൽ സുഹൃത്തുക്കളെ, അതേപോലെ തന്നെ ഇപ്പോൾ നമ്മൾ നമസ്കാരം കഴിഞ്ഞിട്ട് ഇനി നമ്മളാ നിർത്തിയ കാറിലേക്ക് പോയി കയറുമ്പോൾ എന്തായിരിക്കും നമ്മളെ അവസ്ഥ? പൊള്ളുന്ന ആ കാറിലേക്ക് കയറുമ്പോൾ നമുക്ക് വല്ലാത്ത വിഷമാണ്. ആലോചിച്ച് നോക്കി, ആ വിഷമം അങ്ങനെ തന്നെയാണ് നിലനിൽക്കുകയാണെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? പക്ഷെ നമുക്ക് സമാധാനം എന്താ? AC ഇട്ട് വിൻഡോ ഒക്കെ ഒന്ന് തുറന്നു കൊടുത്താൽ ഒന്ന് ആശ്വാസവും, കുറച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഒന്ന് തണുപ്പിക്കാൻ പറ്റും എന്നുള്ളതാണ്. ഈ വേനൽക്കാലത്ത് നമ്മൾ പ്രയാസപ്പെടുന്നു, പക്ഷെ ഒരു ആശ്വാസമുള്ളത് വർഷക്കാലം വരാനുണ്ട് എന്നതാണ്. എന്നാൽ ഞാൻ പറയുന്നത് എന്താണെന്നറിയോ? ഇങ്ങനൊരു ആശ്വസിക്കാൻ കഴിയാത്ത ഒരു ചൂടാണ് നരകമെന്ന് പറയുന്നത്. നരകത്ത് പോയ ആളെ സംബന്ധിച്ചിടത്തോളം അതിന് രക്ഷയില്ല. ഇങ്ങനൊരു അടുത്തൊരു തണലില്ല, AC ഇടാൻ പറ്റൂല, രക്ഷപ്പെടാൻ കഴിയില്ല. ആ ചൂടിനെ പറ്റി റസൂലുള്ള പറഞ്ഞത് എന്താ? ഇവിടെ ഉപയോഗിക്കുന്ന ചൂടിന്റെ 70 ഇരട്ടിയാണ് നാളെ നരകത്തിൽ കത്താൻ പോകുന്നത്. ഈ വെയിലിന്റെ ആവി എന്ന് പറയുന്നത് നരകത്തിന്റെ ആവിയാണ് എന്നാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കി. അപ്പൊ അത്രക്ക് ഗൗരവതരമായ ചൂടാണ് നാളെ നരകാഗ്നിയിലുള്ളത്. നാറുൻ ഹാമിയ എന്നാണ് അതിനെക്കുറിച്ച് പറഞ്ഞത്, ചൂടേറിയ അഗ്നി എന്നാണ്. അതിൽ നിന്ന് ഒരിക്കലും രക്ഷപ്പെടാൻ കഴിയില്ല, തണലിലേക്ക് മാറി നിൽക്കാൻ കഴിയില്ല, അവിടെ നിന്ന് രക്ഷപ്പെടാൻ കഴിയില്ല. യസ്ലൗനഹാ യൗമദ്ദീൻ വമാ ഹും മൻഹാ ബിഗായിബീൻ. യസ്ലൗനഹാ യൗമദ്ദീൻ, അന്നേ ദിവസം അവർ അതിൽ കടന്ന് എരിഞ്ഞുകൊണ്ടിരിക്കുമെന്നാണ്. ഒരു തൊലി ഇങ്ങനെ വരും, അത് കരിഞ്ഞുകൊണ്ടിരിക്കും, അടുത്ത തൊലി തരും. സുമ്മലാ യമൂതു ഫീഹാ വലാ യഹ്യാ, ജീവിതവുമില്ല, മരണവുമില്ല, ആത്മഹത്യ ചെയ്യാൻ കഴിയില്ല. ആലോചിച്ച് നോക്കി, രക്ഷപ്പെടാൻ കഴിയില്ല. ഞാൻ നേരത്തെ പോലെ ആ കാറിന്റെ ഉള്ളിലേക്ക് കയറിയിട്ട് ആ അവസ്ഥ തന്നെയാണ് അതിൻ്റെ ഉള്ളിലെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? അതിന്റെ എത്രയോ കോടാനുകൂടി ഇരട്ടിയാണ് നാളെ നരകാഗ്നി എന്ന് പറയുന്നത്. അതുകൊണ്ട് ഏറ്റവും വലിയ കാരുണ്യ പ്രവർത്തനം എന്ന് പറയുന്നത് എന്താണ്? ഈ വെയിലത്ത് ബുദ്ധിമുട്ടി വരുന്ന ആളുകൾക്ക് വെള്ളം കൊടുക്കുന്നതിലോ അതുപോലെ തന്നെ ഏറ്റവും വലിയ കാരുണ്യ പ്രവർത്തനമാണ് ആ കത്തിജ്വലിക്കുന്ന നരകാഗ്നിയിൽ നിന്ന് മനുഷ്യന്മാരെ രക്ഷപ്പെടുത്തുന്ന സന്ദേശം ആളുകൾക്ക് എത്തിച്ചു കൊടുക്കുക. അതാണ് ഇസ്ലാം എന്ന് പറയുന്നത്. ഈ ഇസ്ലാം എത്താത്ത എത്ര മനുഷ്യന്മാരുണ്ട് നമ്മുടെ നാട്ടിൽ? അവർക്ക് ഇത് അറിയിച്ചു കൊടുക്കേണ്ട ഒരു നരകം വരാനുണ്ട് സുഹൃത്തുക്കളെ. ഒരു സത്യം, നിങ്ങൾ ഈ വെയിൽ കണ്ടില്ല, ഇതിലും വലിയ ചൂട് വരാണ്ട്. അതിന് നിങ്ങൾ രക്ഷപ്പെടണം, അതിന് നമ്മുടെ അയൽവാസി രക്ഷപ്പെടണം, നമ്മുടെ സഹപ്രവർത്തകർ രക്ഷപ്പെടണം. അതിന് ഇസ്ലാമിക പ്രബോധന രംഗത്ത് നമ്മൾ ഉണ്ടാകണം സുഹൃത്തുക്കളെ. നമ്മളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ ആ വിഷയത്തിൽ, അതാണ് ഏറ്റവും വലിയ കാരുണ്യ പ്രവർത്തനം എന്ന് പറയുന്നത്. അപ്പോൾ ശരിയായ വിശ്വാസവും അമലുസ്വാലിഹാത്തുകളും സ്വന്തം ജീവിതത്തിൽ നമ്മൾ പാലിക്കണം. ആ നരകത്തിൽ നിന്ന് നമ്മൾ രക്ഷപ്പെടണം. അതോടൊപ്പം ആ നരകാഗ്നിയിൽ നിന്ന് നമ്മുടെ സമൂഹം രക്ഷപ്പെടണം. അതിനുവേണ്ടി നമ്മളെ കൊണ്ട് കഴിയുന്നത് പോലെ നമ്മുടെ സമ്പത്തും സമയവും ആ ഇസ്ലാമിക പ്രബോധന രംഗത്തു കൂടി ഉപയോഗിക്കാൻ ഈ തിരക്ക് പിടിച്ച ജീവിതത്തിൽ നമ്മൾ ശ്രദ്ധിക്കണം. അങ്ങനെയുള്ള യഥാർത്ഥ മുത്തഖികളിൽ, മുഅ്മിനുകളിൽ അള്ളാഹു നമ്മേവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ വേനലിൻ്റെ എല്ലാ വിഷമങ്ങളിൽ നിന്നും അള്ളാഹു നമ്മളെ കാത്ത് രക്ഷിക്കുമാറാകട്ടെ. വരൾച്ച കൊണ്ട് നമ്മെ പരീക്ഷിക്കാതിരിക്കട്ടെ. പടച്ച തമ്പുരാനെ, ഞങ്ങളിൽ നിന്ന് വന്നുപോയ ചെറുതും വലുതുമായ എല്ലാ പാപങ്ങളും ഞങ്ങൾക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തരണമേ തമ്പുരാനെ. ഞങ്ങളുടെ മക്കളെ സ്വാലിഹീങ്ങളായ സന്താനങ്ങളാക്കി വളർത്താനുള്ള ഒരു സാഹചര്യം ഞങ്ങൾക്കെല്ലാവർക്കും നീ ഒരുക്കി തരണം തമ്പുരാനെ. നാളെ പരലോകത്ത് സ്വർഗത്തിലേക്കും നരകത്തിലേക്കും ആളുകളെ കൊണ്ടുപോകുമ്പോൾ സ്വർഗത്തിലേക്ക് പോകുന്ന മുത്തക്കികളിൽ ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബത്തെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണം നാഥ. ഒരുപാട് വിഷമങ്ങൾ അനുഭവിക്കുന്ന, രോഗങ്ങൾ അനുഭവിക്കുന്ന ഒരുപാട് ആളുകൾ ഈ ചുറ്റുവട്ടത്തിലുണ്ട്, ഹോസ്പിറ്റലുകളിലുണ്ട്. അവർക്കൊക്കെ അള്ളാഹു സമ്പൂർണ്ണമായ ശമനം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.
اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات ربنا اصرف عنا عذاب جهنم إن عذابها كان غراما ربنا هب لنا من أزواجنا وذرياتنا قرة عين واجعلنا للمتقين إماما اللهم أجرنا من النار اللهم أجرنا من النار اللهم أجرنا من النار اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين يا أرحم الراحمين.